Hello guys, welcome to Hallstatt, Austria. ഇന്ന് ഓഗസ്റ്റ് 19 ചൊവ്വാഴ്ച. നമ്മളിന്ന് ജർമ്മനിയിലെ പാഡർബോൺ HBFൽ നിന്ന് ഡ്യുസൽഡോർഫ് HBFിലേക്ക് ഒരു ട്രെയിൻ എടുക്കുവാണ് കേട്ടോ. ഡ്യുസൽഡോർഫ് HBFിൽ നിന്ന് ഈ നേരെ കാണുന്ന എസ്കലേറ്റർ ചെന്നെത്തുന്നത് ഡ്യുസൽഡോർഫ് എയർപോർട്ടിലേക്കാണ്. അവിടെ നിന്ന് നാളെ രാവിലെ 8:40 നമ്മൾ സാൽസ്ബുർഗ്, അതായത് ഓസ്ട്രിയയിലേക്ക് ഒരു ഫ്ലൈറ്റ് എടുക്കുവാണ്. പാഡർബോണിൽ നിന്ന് ഏർലി മോർണിംഗ് നമുക്ക് ട്രെയിനൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രി മൊത്തം നമ്മൾ എയർപോർട്ടിലാണ് കേട്ടോ സ്പെൻഡ് ചെയ്തത്. അങ്ങനെ ഏകദേശം 1.25 മണിക്കൂറിന് ശേഷം നമ്മൾ സാൽസ്ബുർഗ് എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സാൽസ്ബുർഗ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. സാൽസ്ബുർഗ് HBFിൽ നിന്ന് നമ്മൾ 2 ട്രെയിൻ എടുത്തിട്ടാണ് ഹോൾസ്റ്റാറ്റിലേക്ക് എത്താൻ പോകുന്നത്. സാൽസ്ബുർഗ് HBFിന് നമ്മൾ ആദ്യം പോകുന്നത് അറ്റ്നങ് പുഹൈം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ ഹോൾസ്റ്റാറ്റ് HBFിലേക്ക് ട്രെയിൻ എടുക്കുന്നത്. ഓസ്ട്രിയയിലെ ട്രെയിൻസിൽ ട്രാവൽ ചെയ്യാനായിട്ട് നമ്മൾ OBB എന്ന് പറയുന്ന ഒരു ആപ്പ് ത്രൂ ആണ് കേട്ടോ ടിക്കറ്റ്സ് എല്ലാം 1 മന്ത് ബിഫോർ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആപ്പിൽ കയറി ലോഗിൻ ചെയ്തതിന് ശേഷം ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ 1 വേ ടിക്കറ്റ് ആണോ ഡേ ടിക്കറ്റ് ആണോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം സ്ഥലവും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്ത് ഡേറ്റും കാര്യങ്ങളും ടൈമും ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ എല്ലാ ട്രെയിനുകളിലും ഇതുപോലെ സ്യൂട്ട് കേസ് വെക്കാനായിട്ടുള്ളൊരു റാക്കൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടുത്തെ ട്രെയിനുകളെല്ലാം തന്നെ ഭയങ്കര നീറ്റുമാണ്. അതുപോലെ വാഷ്റൂംസ് ഒക്കെ തന്നെ ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ. ഓസ്ട്രിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു ട്രെയിൻ ജേർണി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കാരണം ഇവിടുത്തെ മൗണ്ടെയിൻസ് എല്ലാം തന്നെ നമുക്ക് ഈ ട്രെയിനിൻ്റെ വിൻഡോസിലൂടെ കാണാനായിട്ട് വേറെ തന്നെ ഒരു ഭംഗിയാണ്. വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടുത്തെ ട്രെയിനിൻ്റെ ടൈമിങ്സ് ആണ് കേട്ടോ. പക്ക പങ്ക്ച്വലാണ്. പറഞ്ഞ സമയത്ത് തന്നെ ട്രെയിൻ പുറപ്പെട്ടിരിക്കും. ഈ കാണുന്നത് ഇവിടുത്തെ വാഷ്റൂം ആണ് കേട്ടോ ട്രെയിനിലെ. എന്ത് നീറ്റാണെന്ന് നോക്കിയേ, എത്ര ക്ലീൻ ആയിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്നറിയോ. സോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഇനി നമുക്ക് അറ്റ്നം പുഹൈം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം കാണാം കേട്ടോ. നമ്മളപ്പോൾ അറ്റ്നങ് പുഹൈം സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഹോൾസ്റ്റാറ്റിലേക്ക് പോകാനായിട്ടുള്ള ട്രെയിനിൽ മാറി കയറിയിരിക്കുകയാണ്. ഈ ഹോൾസ്റ്റാറ്റിലേക്ക് പോകുന്ന വഴിക്ക് ട്രെയിനിലിരുന്ന് കാണുന്ന കാഴ്ചകൾ ഇസ് ജസ്റ്റ് ലൈക്ക് അൺബിലീവബിൾ ആണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ജേർണി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്നേ ഞാൻ പറയുള്ളൂ. അത്രയും സൂപ്പറാണ് ഈ ട്രെയിനിലിരുന്ന് ഈ ആൽപ്സ് മൗണ്ടെയിനും ഈ ഹോൾസ്റ്റാറ്റ് ലേക്കും ഒക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ജേർണി എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ഈ ട്രെയിൻ ജേർണി എടുക്കുന്നതും ഒരു വർത്തായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഏകദേശം 3 മണിക്കൂറത്തെ യാത്ര ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഹോൾസ്റ്റാറ്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാണുന്ന ഹോൾസ്റ്റാറ്റ് ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ പോകാനിരിക്കുന്ന ഹോൾസ്റ്റാറ്റ് വില്ലേജ് ഉള്ളത്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ഫെറി എടുക്കണം. ആ ഫെറി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഫെറിയിൽ കയറാനുള്ള ടിക്കറ്റ്സ് നമുക്ക് ഫെറിയുടെ അകത്തുനിന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. 1 സൈഡിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 4 യൂറോയും 2 സൈഡിലേക്ക് നമുക്ക് ടിക്കറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ 8 യൂറോയും ആണ് അവിടെ ചാർജ് ചെയ്യുന്നത് അവർ. നമ്മളിപ്പോൾ 2 സൈഡിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നില്ല, 1 സൈഡിലേക്കുള്ള ടിക്കറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഇനി 2 ദിവസത്തേക്ക് ഹോൾസ്റ്റാറ്റ് വില്ലേജിൽ ഉണ്ടാകും. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കാം.
ഫൈനലി ഒരു ലോങ് ജേണിക്ക് ശേഷം നമ്മൾ നമ്മുടെ ഹോൾസ്റ്റാറ്റ് വില്ലേജിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ഹോൾസ്റ്റാറ്റിൽ തന്നെ ആട്ടോ റൂം എടുത്തിരിക്കുന്നത്. ഇതൊരു നല്ല നീണ്ട ജേണി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നേരെ കാണുന്ന റെഡ് കളർ ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഗ്യാസ് ഓഫ് സിമോണി. അവിടെയാണ് നമ്മൾ ഇനി 2 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. എന്തായാലും റൂമിൽ ചെന്ന് ഇനി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഈ കാണുന്നത് ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയാണേ. അപ്പോൾ ശരി, ഒരു ഉറക്കം കഴിഞ്ഞിട്ട് കാണാം. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ദാ ഇവിടെ ഹോൾസ്റ്റാറ്റിൽ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു മഴയത്ത് എനിക്ക് ഹോൾസ്റ്റാറ്റിനെ കാണുമ്പോൾ ശരിക്കും ഇതൊരു ഡ്രീമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഹോൾസ്റ്റാറ്റ് ശരിക്കും ഒരു ഫെയറി ടെയിൽ വില്ലേജ് തന്നെയാണ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഈ സ്റ്റോറി ബുക്സിലൊക്കെ വായിച്ചിട്ടില്ലേ, അതുപോലൊരു കുഞ്ഞു ഗ്രാമം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹോൾസ്റ്റാറ്റ്. നമുക്ക് എന്തോരം നേരം വേണമെങ്കിലും ഇതിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇവിടെ ഇരിക്കാനായിട്ട് നമുക്ക് തോന്നും. കുറച്ച് നേരത്തെ നടത്തമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കബാബ് ഷോപ്പിലാണ് കേട്ടോ വന്നത്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു കേട്ടോ. ഈ വരുന്ന വെള്ളം ഞാൻ നേരത്തെ നിങ്ങളെ തൊട്ട് മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ ഒരു വെള്ളച്ചാട്ടം, അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്ന വെള്ളമാണ്. ഇതിൽ മൊത്തം മിനറൽസ് ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ കുപ്പിയെല്ലാം കഴുകി ഇതിൽ വെള്ളം നിറച്ചിട്ട് ഇനിയിപ്പോൾ റൂമിലേക്ക് പോകാനാണ് പരിപാടി. നമ്മുടെ ഹോൾസ്റ്റാറ്റ് ജേണി അത്യാവശ്യം നീണ്ടതായതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നിനി പ്രത്യേകിച്ച് എനർജിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റൂമിൽ പോയി നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് ബാക്കിയെല്ലാം നമുക്ക് നാളെ രാവിലെ കാണാമെന്ന് തീരുമാനിച്ചു. നാളത്തെ നമ്മുടെ പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് അടുത്ത ബ്ലോഗിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഹോൾസ്റ്റാറ്റ് വിശേഷങ്ങൾ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഗുഡ് നൈറ്റ് ഗായ്സ്.